കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചേർത്തല നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് തുടക്കമാവുന്നു. ഡിസംബർ 20 മുതൽ 29 വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് കാർഷിക മേള ഒരുക്കിയിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി പി പ്രസാദ്. ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കളക്ടർ അലക്സ് വർഗീസാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ചേർത്തലയിൽ വീണ്ടും വാഹനാപകടം. കാറും മിനി ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ വീട്ടമ്മ മരിച്ചു. കോടന്തുരുത്ത് സ്വദേശിനി അംബികയാണ് മരിച്ചത്. അംബികയുടെ മകൾക്കും ബന്ധുവിനും പരിക്ക്. ചേർത്തല തണ്ണീർമുക്കം കണ്ടംകുളത്തിൽ 13 വയസ്സുള്ള കുട്ടി മുങ്ങി മരിച്ചു. തണ്ണീർമുക്കം 6-ാം വാർഡിൽ പാലയിൽ രതീഷ് സീമ ദമ്പതികളുടെ മകൻ 13 വയസ്സുള്ള ആരിജിത്താണ് മരിച്ചത്. CPM നേതാവും മന്ത്രിയുമായിരുന്ന സുശീല ഗോപാലന് സ്മരണാഞ്ജലി. മുഹമ്മയിൽ നടന്ന സുശീല ഗോപാലൻ അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തരത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർത്തല നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് തുടക്കമാവുന്നു. ഡിസംബർ 20 മുതൽ 29 വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് കാർഷിക കാഴ്ചകൾ ഒരുക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കരപ്പുറത്തിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും എല്ലാം ഒരു നാടിൻ്റെ ജനതയുടെ മുമ്പാകെ അവതരിപ്പിക്കുക, കാത്തുപുലർത്തേണ്ടതിനെ കാത്തുപുലർത്തുക, കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുത്ത് നടപ്പാക്കുക, അതിനെല്ലാം ഉപകരിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ വർഷം ആദ്യമായി നമ്മൾ കരപ്പുറം കാർഷിക കാഴ്ചകളിലേക്ക് തിരിഞ്ഞത്. വലിയ വിജയകരമായൊരു പരിപാടിയായിട്ടാണ് ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കരപ്പുറം കാർഷിക കാഴ്ചകൾ കഴിഞ്ഞ വർഷം അരങ്ങേറുന്നത്. നിരവധിയായ സ്റ്റാളുകൾ, കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടുകൂടി സജ്ജമാക്കിയ ഇടങ്ങൾ, അതെല്ലാം ഒരു പുത്തൻ അനുഭവമായി ചേർത്തലക്കാർക്ക് അല്ല കരപ്പുറത്തുകാർക്ക് അനുഭവപ്പെട്ടു. സാഹിത്യ സാംസ്കാരിക കലാപരിപാടികളെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആ കാർഷിക കാഴ്ചകളുടെ പുതിയ പതിപ്പ് കരപ്പുറം കാഴ്ചകൾ എന്ന പേരിൽ ഡിസംബർ മാസം 20 മുതൽ 29 വരെ അരങ്ങേറുകയാണ്. ഒന്നാമത്തെ കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് വേദിയായ അതേ സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ വിശാലമായ മൈതാനത്ത് തന്നെയാണ് കരപ്പുറം കാഴ്ചകൾ എന്ന പേരിൽ ഡിസംബർ 20 മുതൽ 29 വരെ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ആഘോഷ പരിപാടികൾക്ക് കരപ്പുറത്തിൻ്റെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. നിരവധിയായ ഉത്സവങ്ങൾക്ക് പ്രാധാന്യമുള്ള നാടാണ് നമ്മുടേത്. അമ്പലങ്ങൾ, പള്ളികളൊക്കെയായി ബന്ധപ്പെട്ട് അനേക ലക്ഷങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് എത്തുന്നുണ്ട്. അവിടെയാണ് ഒരു പുത്തൻ ആഘോഷ പരിപാടികൾക്ക് ഡിസംബർ 20 മുതൽ 29 വരെയുള്ള 10 ദിവസങ്ങളിലായി നമ്മൾ വേദി ഒരുക്കിയിരിക്കുന്നത്. കേരള നിയമസഭയുടെ ആദരണീയനായ സ്പീക്കർ ശ്രീ AN ഷംസീറാണ് 20-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് കരപ്പുറം കാഴ്ചകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിവിധ മേഖലകളിലെ പ്രമുഖരായ ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിലടക്കം ഈ പരിപാടിയുടെ ഭാഗമാവുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ വേറിട്ട് നിൽക്കുന്ന നിരവധിയായ ഇനങ്ങൾ ഇപ്രാവശ്യത്തെ ഇതിൻ്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ബിസിനസ് ടു ബിസിനസ് മീറ്റുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുക, ഇതെല്ലാം നമ്മൾ ഇക്കുറി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇനങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രാധാന്യവും പ്രത്യേകതയും നൽകുന്നുണ്ട്. സാംസ്കാരിക മേഖലയെ പ്രത്യേകമായി നമുക്കതിനുവേണ്ടി ഒപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗത രംഗത്തെയും നമ്മുടെ വ്യവസായ മേഖലയും എല്ലാം ഉണർത്താൻ ഉപകരിക്കുന്ന പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും. ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ചെറിയ എക്സിബിഷനാണ് നമ്മളപ്പോൾ അവസാന നിമിഷത്തിലാണ് അതെല്ലാം തയ്യാറാക്കിയത്. എന്നാൽ ഒരു വിപുലമായ എക്സിബിഷൻ്റെ സാധ്യതയും ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുൻകൊല്ലങ്ങളിൽ ജനങ്ങൾ നൽകിയ നിർദ്ദേശമുണ്ട്. കരപ്പുറത്തുകാരുടെ നിർദ്ദേശം, കരപ്പുറം കാർഷിക കാഴ്ചകളിൽ പങ്കാളികളായവരുടെ അഭിപ്രായങ്ങൾ, ഈ രണ്ടിനെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇക്കുറി നമ്മൾ വേണ്ടത്ര ഭേദഗതികളെല്ലാം വരുത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ചേർത്തല നിയോജക മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടും കരപ്പുറത്തിൻ്റെ പരമ്പരാഗത കാർഷിക പെരുമ തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ചേർത്തല മണ്ഡലത്തിലെ കഞ്ഞിക്കുഴി, ചേർത്തല തെക്ക, മുഹമ്മ, തണ്ണീർമുക്കം, കടക്കരപ്പള്ളി, വയലാർ, പട്ടണക്കാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും
ചേർത്തല നഗരസഭയിലെയും മുഴുവൻ കർഷകരുടെയും ജനപ്രതിനിധികളുടെയും കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക സാമുദായിക പ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും വനിതകളുടെയും വൻ ജനപങ്കാളിത്തത്തോടെ ഒന്നാമത് കരപ്പുറം കാർഷിക കാഴ്ചകൾ 2023 മെയ് 19 മുതൽ 28 വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ വെച്ച് നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് കരപ്പുറത്തെ കാർഷിക വികസനം ലക്ഷ്യമാക്കി വിവിധ വികസന പദ്ധതികൾ വിജയകരമായി നടത്തിവരുന്നു. കരപ്പുറം മിഷൻ 2026 തുടർച്ചയായി 2024 ഡിസംബർ 20 മുതൽ 29 വരെ ചേർത്തല പുലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾ 2024 ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കാർഷിക പ്രദർശനം, കാർഷിക സെമിനാറുകൾ, വികസന സെമിനാറുകൾ, കാർഷിക സംരംഭങ്ങൾ, കർഷക ഗ്രൂപ്പുകൾക്കും ആശയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും ഉതകുന്ന DPR ക്ലിനിക്കുകൾ, കർഷകരും ഉത്പാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള അന്തരം കുറച്ച് മെച്ചപ്പെട്ട വിപണന സാധ്യതകൾ കണ്ടെത്തുവാനുതകുന്ന B2B മീറ്റ് എന്നിവയും 10 ദിവസം നീണ്ടു നിൽക്കുന്ന കരപ്പുറം കാർഷിക കാഴ്ചകളിലെ വിവിധ പരിപാടികളാണ്. ഡിസംബർ 20 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ചേർത്തല തെക്ക് SCB 1344 മായത്ര ബ്രാഞ്ചിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന വർണ്ണാഭമായ കാർഷിക ഘോഷയാത്രയോടെ ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് തുടക്കമാകും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള സംസ്ഥാന സ്പീക്കർ AN ഷംസീർ കരപ്പുറം കാർഷിക കാഴ്ചകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കരപ്പുറം കാർഷിക കാഴ്ചകളുടെ സ്വാഗത സംഘം ചെയർമാനുമായ VG മോഹനൻ സ്വാഗതം ആശംസിക്കുന്ന സമ്മേളനത്തിൽ ആലപ്പുഴ MP KC വേണുഗോപാൽ, ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ, അരൂർ MLA ദലീമ ജോജോ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, കാർഷിക പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. ഡിസംബർ 21 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കലാമത്സരങ്ങളും കാർഷിക പ്രശ്നോത്തരി, സെമിനാർ എന്നിവയും നടത്തപ്പെടുന്നു. സമാപന ദിവസമായ 29-ാം തീയതി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. ടൈം ന്യൂസ്, ചേർത്തല. ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്കായി നടപ്പാക്കിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലയാള ദിനം, ഭരണഭാഷാ വാരാചരണം എന്നിവയുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. വ്യാഴാഴ്ച രാവിലെ 10-ന് കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ഭരണഭാഷ പൂർണ്ണമായും മലയാളമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് കളക്ടർ ജീവനക്കാരോട് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ 1956 ഫോർമേഷൻ ശേഷം നമ്മൾ ഭാഷ കൂടുതൽ ഉപയോഗിച്ചത് ഇംഗ്ലീഷാണ്. പക്ഷെ എന്നിരുന്നാൽ നമ്മുടെ മലയാള സമൂഹത്തിന് അതൊരു പക്ഷേ ഒരു പ്രാവീണ്യത്തിൽ വരാത്തതുകൊണ്ട് നമ്മൾ അതിനോട് കൂടുതൽ മലയാളിവൽക്കരിക്കാനുള്ള ഒരു ക്രമീകരണം നമ്മുടെ 90s തൊട്ട് ആരംഭിച്ചതാണ്. എന്നാലൊരു പൂർണ്ണ തോതിലതായിട്ടില്ല. വീണ്ടും അതുപോലെ ഇവിടെ കോർട്ട് ഭാഷ ഉൾപ്പെടെ പല ഇത് പിന്നെ ഗവൺമെൻറ് തലത്തിലുള്ള ഉന്നത ഏറിയ പങ്കുവയ്ക്കാറൊക്കെ മലയാളി ജനിച്ചു തന്നെ. പക്ഷേ ഇതിലേക്കൊരു ഒരു മലയാള ഭാഷയുടെ ഒരു പ്രാതിനിധ്യം നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നൊരു അവസ്ഥയിൽ നിന്ന് മാറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിളിച്ച് ഇംഗ്ലീഷ് മാത്രമേ പറയാവൂ എന്നൊക്കെ സാധ്യതയുണ്ടായിരുന്നു. ഭാഷാപരമായ മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ P. തോമസ്, ജോൺസൺ നൊറോണ, G. മഞ്ജുള, തർജ്ജമ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ അരുൺദാസ്, V. ജ്യോതിലക്ഷ്മി, ഭാഷാ പ്രശ്നോത്തരിയിൽ 1, 2, 3 സ്ഥാനത്തെത്തിയ ടീമംഗങ്ങളായ S. പ്രദീപ്, ബേബി മാർഗരറ്റ്, C. രഞ്ജനാദേവി, S. പ്രീതി, P. തോമസ്, ലിസ് മേരി ജോസഫ് എന്നിവർ ജില്ലാ കളക്ടറിൽ നിന്നും ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങി. ADM ആശ C. എബ്രഹാം ആശംസകൾ അർപ്പിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപൻ, അസിസ്റ്റന്റ് എഡിറ്റർ TA യാസിർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയിൽ വീണ്ടും വാഹനാപകടം. കാറും മിനി ബസ്സും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ വീട്ടമ്മ മരിച്ചു. മകൾക്കും ബന്ധുവായ യുവാവിനും ഗുരുതര പരിക്ക്. ബസ്സിലുണ്ടായിരുന്ന 16 പേർക്കും നിസാര പരിക്കേറ്റു. ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് അപകടം. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-യോടെയാണ് അപകടം. ഗുജറാത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ മിനി ബസ്സും വടക്ക് ഭാഗത്തു നിന്നും പോവുകയായിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന കോടംതുരുത്ത് 13-ാം വാർഡിൽ ചാലുങ്കൽ വീട്ടിൽ അശോകന്റെ ഭാര്യ 60 വയസ്സുള്ള അംബികയാണ് മരിച്ചത്. അംബികയുടെ മകൾ 29 വയസ്സുള്ള നിമ്മി, കാർ ഓടിച്ചിരുന്ന ബന്ധു മാതൃകാ മന്ദിരത്തിൽ 28 വയസ്സുള്ള അനുരാഗ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എത്തിയാണ് പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. മിനി ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ള 16 പേർക്കും പരിക്കുണ്ട്. കാര്യമായി പരിക്കേറ്റ കാർ യാത്രക്കാരനായ അനുരാഗ്, നിമ്മി എന്നിവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അംബികയും മകൾ നിമ്മിയും ബന്ധുവായ യുവാവിന്റെ കാറിൽ ചേർത്തലയിൽ വന്ന ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടമെന്നാണ് സൂചന. ചേർത്തല പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല.
ചേർത്തല തണ്ണീർമുക്കം കണ്ടംകുളത്തിൽ കുളിക്കാനിറങ്ങിയ 13 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. തണ്ണീർമുക്കം പഞ്ചായത്ത് 6-ാം വാർഡിൽ ബാലയിൽ രതീഷ് സീമ ദമ്പതികളുടെ മകൻ ആര്യജിത്താണ് മരിച്ചത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആര്യജിത്ത്. ചേർത്തലയ്ക്കടുത്ത തണ്ണീർമുക്കത്ത് കണ്ടംകുളത്തിൽ 13 വയസ്സുള്ള കുട്ടി മുങ്ങി മരിച്ചു. തണ്ണീർമുക്കം 6-ാം വാർഡിൽ ബാലയിൽ രതീഷ് സീമ ദമ്പതികളുടെ മകൻ 13 വയസ്സുള്ള ആര്യജിത്താണ് മരിച്ചത്. തണ്ണീർമുക്കം പഞ്ചായത്ത് 6-ാം വാർഡ് ബണ്ടിന് തെക്കുവശത്ത് കണ്ടംകുളത്തിലാണ് ദുരന്തമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായി ആര്യജിത്ത് കൂട്ടുകാരോടൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയതാണ്. കുളിക്കുന്നതിനിടെ കുട്ടി താഴ്ന്നു പോവുകയായിരുന്നു. അയൽവാസിയും പഞ്ചായത്ത് മെമ്പറുമായ ബിനുവിൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തി കുട്ടിയെ കരയിലെത്തിച്ചു. ഉടൻ തന്നെ തണ്ണീർമുക്കം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം അരൂക്കുറ്റി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എറണാകുളത്ത് ബോട്ട് മാസ്റ്ററായ രതീഷിൻ്റെയും വ്യവസായ വകുപ്പ് ജീവനക്കാരി സീമയുടെയും മകനായ ആര്യജിത്ത് കോക്കമംഗലം സെൻറ് ആൻ്റണീസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിയമ വിദ്യാർത്ഥിയായ സൂര്യജിത്ത് സഹോദരൻ. ടൈം ന്യൂസ് ചേർത്തല. CPM നേതാവും മന്ത്രിയുമായിരുന്ന സുശീല ഗോപാലന് സ്മരണാഞ്ജലി. മുഹമ്മയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. സുശീല ഗോപാലൻ ചരമവാർഷിക ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഹമ്മ AKG മണ്ഡപത്തിൽ നടത്തിയ സുശീല ഗോപാലൻ അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണത്തിലും അതിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സഖാവിന്റെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ സ്ത്രീകളുടെ അടിച്ചമർത്തലിനെതിരായി നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി പാർലമെന്റിൽ പൊരുതുക കൂടി ചെയ്തിട്ടുള്ള ഒരു മഹത്തായ സംഭാവന പാർലമെന്റിന്റെ ചരിത്രത്തിലും ഇന്ത്യയിലെ സ്ത്രീ സംരക്ഷണത്തിന്റെ ചരിത്രത്തിലും സഖാവിന് ഒരു മുന്തിയ സ്ഥാനമുണ്ട് എന്ന് ആ നിലയിൽ പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായക സംഭാവനകൾ നൽകിയ നേതാവാണ് സുശീല ഗോപാലനെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വികസനം മുരടിപ്പിക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേരളത്തിനുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെ തടയാമെന്നാണ് കേന്ദ്രം ചിന്തിക്കുന്നത്. വയനാട് ദുരന്തം നടന്നപ്പോഴും കേന്ദ്ര സർക്കാർ കടുത്ത അവഗണനയാണ് കേരളത്തോട് കാണിച്ചത്. CK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. R നാസർ, P കരുണാകരൻ, G വേണുഗോപാൽ, K പ്രസാദ്, KR ഭഗീരഥൻ, KD മഹീന്ദ്രൻ, P രഘുനാഥ്, S രാധാകൃഷ്ണൻ, B സലീം, D ഷാജി, സ്വപ്ന ഷാബു, T ഷാജി, KD അനിൽകുമാർ, J ജയലാൽ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സഹകരണ പെൻഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചും ധർണയും H സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരളീയ സമൂഹത്തിന്റെ എല്ലാ ജീവിത മേഖലകളിലും നേരിട്ടിടപെടുന്ന മേഖലയാണ് സഹകരണ പ്രസ്ഥാനം. അത് ഉദാഹരണമില്ല, നിങ്ങൾ പറയേണ്ടതായിട്ടില്ല. കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, പൊതു കമ്പോളത്തിൽ ഇടപെടുന്ന മേഖലയിൽ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അത് കയ്യെത്താത്ത മേഖല വളരെ വളരെ അപൂർവമാണെന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതു സാമൂഹ്യ ജീവിതത്തില് എല്ലാ ഘട്ടത്തിലും എല്ലാ ഇടങ്ങളിലും ഇടപെടുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു മേഖലയാണ്. ആ മേഖല ഇന്ന് കരുത്തോടെ നിലകൊള്ളുന്നതിന് അടിസ്ഥാനം നിങ്ങൾ ചെലവഴിച്ച അധ്വാനം കൂടിയാണ് എന്നതാണ് എന്റെ പ്രാധാന്യം. നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതകാലത്ത് നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ച അധ്വാനം, അതിനുവേണ്ടി ചെലവഴിച്ച സമയം, ഇതാകെ ചേർന്നാണ് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഈ കരുത്ത് എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖല കൂടിയാണ്. അത് കേരളത്തിലെ ഈ സഹകരണ പ്രസ്ഥാനത്തിന് പ്രാധാന്യം കണക്കിലെടുത്ത് സാമ്പത്തികമായ പ്രാധാന്യമുണ്ട്, സാമൂഹ്യമായ പ്രാധാന്യമുണ്ട്. ആ കരുത്ത് ചോർത്തിക്കളയാൻ കഴിയുന്ന പലതരത്തിലേക്കുള്ള ഇടപെടൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VA സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹൻ, അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PR കൃഷ്ണമൂർത്തി, R മധുകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K രാധമ്മ, K രാധാകൃഷ്ണൻ നായർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV സത്യൻ, താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് D രാജൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K മോഹനൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കനാൽ ഫെസ്റ്റിന് വിപുലമായ ഒരുക്കൽ. ഡിസംബർ 26 മുതൽ 31 വരെയാണ് കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫെസ്റ്റിൻ്റെ ലോഗോ പ്രകാശനവും സംഘാടക സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനവും
നടന്നു. അഡ്വക്കേറ്റ് എം ആരിഫ് XMP ലോഗോ പ്രകാശനം ചെയ്തു. മുനിസിപ്പൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ MP അഡ്വക്കേറ്റ് എം ആരിഫ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഓട്ടൻതുള്ളൽ കലാകാരൻ മരുത്തോർവട്ടം കണ്ണൻ ലോഗോ ഏറ്റുവാങ്ങി. ആലപ്പുഴയിലെ പുതിയ ഭരണസമിതി വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ലൊരു പേരൊക്കെ ഇട്ട് അഴകോടെ ആലപ്പുഴ ഒരു അതിൽ നല്ലൊരു കേസ് ഘടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചെയർപേഴ്സണോട് പറഞ്ഞത് അത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ചെയർപേഴ്സൺ ഒട്ടും വിട്ടില്ല. അതിന് തൊട്ട് പുറകെ തന്നെ നല്ല പേര് ചേർത്തെടുത്ത് ചേർത്ത് എന്നൊക്കെ പറഞ്ഞ് നല്ല പേരൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഞാൻ ഈ കനാലിൻ്റെ ആവശ്യത്തിന് മന്ത്രിയോടും ഇവരോടും എല്ലാം നിരന്തരം ഇക്കാര്യത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മൾ ഈ കനാലൊന്ന് ശുദ്ധീകരിച്ച് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് മൂടി പിടിപ്പിച്ചെടുത്താൽ അത് മനോഹരമായി നമുക്ക് മാറ്റാൻ TV പരിസരവും എല്ലാം വൃത്തിയാക്കി എടുത്ത് അവിടെയും നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് മനോഹരമാക്കി എടുത്താൽ നമുക്ക് ചേർത്തലയ്ക്ക് നല്ല ഒരു മുഖച്ഛായ തന്നെ മാറും. ചേലത്ത ചേർത്തല എന്ന പേരിൽ AS കനാൽ ശുചീകരണവും സൗന്ദര്യവൽക്കരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് നഗരസഭ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കനാൽ ഫെസ്റ്റും ഒരുക്കിയിട്ടുള്ളത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ PS പുഷ്പരാജ് സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ വൈസ് ചെയർമാനും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ TS അജയകുമാർ, സംഘാടക സമിതി കൺവീനർ P ഷാജി മോഹൻ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ AS സാബു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ G രഞ്ജിത്ത്, സംഘാടക സമിതി സെക്രട്ടറി TK സുജിത്ത്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ K ഉമയാഷൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, മാധുരി സാബു, ഏലിക്കുട്ടി ജോൺ, കൗൺസിലർമാരായ B ഫാസി, AAജി, കനകമ്മ മധു, മിത്ര ബിന്ദഭായ്, ജോഷിത, അനൂപ് ചാക്കോ എന്നിവർ പങ്കെടുത്തു. ലോഗോ രൂപകൽപ്പന ചെയ്ത ടെക്നോ പാർക്കിലെ IT പ്രൊഫഷണലായ മുനിസിപ്പൽ 28-ാം വാർഡിലെ കദളിക്കണ്ടത്തിൽ M സന്ധ്യയെ യോഗത്തിൽ അനുമോദിച്ചു. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ കനാൽ ഫെസ്റ്റിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ചേർത്തല തഹസിൽദാർ KR മനോജ് ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ TS അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, AS സാബു, G രഞ്ജിത്ത്, ഏലിക്കുട്ടി ജോൺ, മാധുരി സാബു, കൗൺസിലർമാർ, മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. CPM ചേർത്തല ഏരിയ സെക്രട്ടറിയും വിശപ്പ് രഹിത ചേർത്തല പദ്ധതിയുടെ ശില്പിയുമായ K രാജപ്പൻ നായർക്ക് സ്മരണാഞ്ജലി. KR എന്ന് വിളിക്കുന്ന രാജപ്പൻ നായർ ഓർമ്മയായിട്ട് 1 വർഷം തികയുന്നു. ചേർത്തല സാന്ത്വനത്തിലും തൃച്ചാറ്റുകുളത്തും അനുസ്മരണം. CPM ചേർത്തല ഏരിയ സെക്രട്ടറിയും ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സ്ഥാപകനും വിശപ്പ് രഹിത ചേർത്തലയുടെ ശില്പിയുമായ K രാജപ്പൻ നായർ ഓർമ്മയായിട്ട് 1 വർഷം തികയുന്നു. സാന്ത്വനം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B വിനോദ് സ്വാഗതം പറഞ്ഞു. നേതാക്കളായ NR ബാബുരാജ്, P ഷാജി മോഹൻ, ഷെർലി ഭാർഗവൻ എന്നിവർ KRനെ അനുസ്മരിച്ചു. KP പ്രതാപൻ നന്ദി പറഞ്ഞു. സാന്ത്വനം പ്രവർത്തകരും ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വൈകിട്ട് തൃച്ചാറ്റുകുളത്ത് നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K പ്രസാദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് M ആരിഫ് XMP, NR ബാബുരാജ്, B വിനോദ്, ദലീമ ജോജോ MLA, PM പ്രമോദ്, PG മുരളീധരൻ, P ഷാജി മോഹൻ, ഷെർലി ഭാർഗവൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കേരള സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിൽ ക്രിസ്മസ് ആഘോഷവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. നടനും സംവിധായകനുമായ ജോയ് K മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പോഷക സംഘടനയായ കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ക്രിസ്മസ് ആഘോഷവും പ്രതിഭാ സംഗമവും ചലച്ചിത്ര സംവിധായകനും നടനുമായ ജോയ് K മാത്യു ഉദ്ഘാടനം ചെയ്തു. SL പുരം രംഗകല ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കേരള സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാർകുളം അധ്യക്ഷത വഹിച്ചു. നമ്മളെ സബർമതി സാംസ്കാരിക വേദി വിചാരിച്ചതിനാൽ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി കലാകാരന്മാരും കവികളും എഴുത്തുകാരുടെയും പങ്കാളിത്തത്തോടുകൂടി ഈ പരിപാടി നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. അംബേദ്കർ അവാർഡ് ജേതാവ് KR കുറുപ്പ്, എഴുത്തുകാരായ B ജോസുകുട്ടി,
ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി, ഡോക്ടർ ബിനി അനിൽകുമാർ എന്നിവർക്ക് സബർമതി സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. മീനാക്ഷിയമ്മ, അജിത അഴീക്കൽ, ലൗലി ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പകുളം, കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ, രവി പാലത്തിങ്കൽ, എം.ഇ. ഉത്തമക്കുറുപ്പ്, കെ.ആർ. കുറുപ്പ് മാരാരുകുളം, ഗോപിക രംഗൻ, കലവൂർ വിജയൻ, ആശാ കൃഷ്ണാലയം, കരപ്പുറം രാജശേഖരൻ, ബീന കുറുപ്പ്, ബിനി രാധാകൃഷ്ണൻ, ദിലീപ് കുമാർ, ജെയിംസ് ജോൺ, നിമ്മി അലക്സാണ്ടർ, എച്ച് സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകൾക്ക് സിവിൽ സർവീസിലേക്ക് നിലനിൽക്കാൻ പറ്റും. നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദ് കൃഷി വകുപ്പ് എന്ന് പറഞ്ഞ് തീരുമാനമെടുത്താൽ അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ കൃഷി ഓഫീസറും അവിടുത്തെ ക്ലർക്കും വേണം. വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾ കുട്ടികളിൽ എത്തണമെങ്കിൽ അധ്യാപകർ. അതുകൊണ്ട് സിവിൽ സർവീസിന്റെ വില മനസ്സിലാക്കാതെ അതിനെ അനാകർഷമാക്കി കഴിഞ്ഞാൽ മിടുക്കന്മാരി കൊണ്ടുവരുന്നില്ല. അവരെല്ലാം UK-യിലും കാനഡയിലും അവസരമുണ്ടോ എന്ന് നോക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി വീണ്ടും നടപ്പിലാക്കുമെന്നും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നിലനിർത്താൻ പെൻഷൻ സമൂഹം ജാഗരൂകരായിരിക്കണമെന്നും എൻ ശ്രീകുമാർ പറഞ്ഞു. പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ് എന്ന വിഷയാവതരണം ആർ ബാലൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സി വാമദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എസ് സന്തോഷ് കുമാർ, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ആർ സുഖലാൽ, എസ് രാധാകൃഷ്ണൻ, ജി ഷാജു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. തണ്ണീർമുക്കം പഞ്ചായത്തിലെ വിനോദസഞ്ചാര വികസന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതിയുമായി തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രമുഖരെ ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിച്ചു. ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമുറപ്പിക്കാൻ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തും. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് രൂപരേഖ തയ്യാറാകുന്നു. ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡുകളാണ് വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്നത്. പ്രകൃതിയുടെ നിറച്ചാർത്തായ കട്ടച്ചിറയാറും ഇരയിമ്പന്തമ്പി സ്മാരക മന്ദിരവും വാരനാട് വാദ്യാട്ട കളരിയും തണ്ണീർമുക്കം ബണ്ടും എല്ലാം ചേർന്ന തണ്ണീർമുക്കത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. ഇതിനായി വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപരേഖയും തയ്യാറാകുന്നു. ഇതിനു മുന്നോടിയായി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തണ്ണീർമുക്കം ഫെസ്റ്റ് സംഘടിപ്പിക്കുവാനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തണ്ണീർമുക്കം KTDCയിൽ തിങ്കളാഴ്ച നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു. തണ്ണീർമുക്കത്തെ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ ടൂറിസത്തെ നമുക്ക് ഉയർത്തി കാട്ടുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഇനി നമ്മൾ ഒട്ടനവധി പേർക്ക്, ഒരു 3000-ലധികം പേർക്ക് തന്നെ നമുക്ക് ജോലി സാധ്യതകൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മിനി ലെനിൻ, സീന സുർജിത്ത്, VS സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VK മുകുന്ദൻ, US സജീവ്, മിനി ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ ജി പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PP ഉദയസിംഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ അനിത ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും CDS, ADS അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രി P പ്രസാദ്, KC വേണുഗോപാൽ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ഷാജി, MK ഉത്തമൻ എന്നിവരെ രക്ഷാധികാരികളായും G ശശികല ചെയർമാനും P ഉദയസിംഹനെ കൺവീനറായുമുള്ള കമ്മിറ്റിയെയും യോഗം തിരഞ്ഞെടുത്തു. ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പും ഫുട്ബോൾ ടൂർണമെൻറ്റും സംഘടിപ്പിക്കുന്നു. ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പും ഫുട്ബോൾ മേളയും സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതിലെ ഈ വർഷം 3ാമത്തെ ആനുവൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പും ഫുട്ബോൾ ടൂർണമെൻറ്റുമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഈ വരുന്ന 21-ാം തീയതി ശനിയാഴ്ച നീന്തൽ ചാമ്പ്യൻഷിപ്പ് നോൺ മെഡലിസ്റ്റ്, അതായത് സ്റ്റേറ്റ് പ്രൈസ് വാങ്ങാത്തവർക്ക്, അതായത് പുതുതായിട്ട് സ്വിമ്മിങ് പഠിച്ചിട്ട് ഈ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാനായിട്ട് വരുന്ന കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ അത്തരം കുട്ടികളെ വെച്ചിട്ട് ഒരു സ്വിമ്മിങ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത്. ഈ വരുന്ന
21-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഓണത്തുകര അക്വാട്ടിക് സെൻ്ററിൽ വെച്ചിട്ട് 4 ഗ്രൂപ്പിലായിട്ട് 2009-10 ഒരു കാറ്റഗറി, 11-12 ഒരു കാറ്റഗറി, 13-14 ഒരു കാറ്റഗറി, പിന്നെ 15 അതിനുശേഷം തിരിച്ചു വേറൊരു കാറ്റഗറി, അങ്ങനെ 4 ഗ്രൂപ്പിലായിട്ട് നമ്മൾ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. കായംകുളം ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പും ഫുട്ബോൾ ടൂർണമെൻറ്റും സംഘടിപ്പിക്കുന്നു. ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് ആനുവൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പും ഫുട്ബോൾ ടൂർണമെൻറ്റും സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 21 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ നീന്തൽ മത്സരങ്ങൾ ആരംഭിക്കും. 4 ഗ്രൂപ്പുകളിലായി വിവിധ പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വിജയികളാവുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും നൽകും. കൂടാതെ ഓരോ വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന കുട്ടിക്ക് ട്രോഫിയും നൽകും. അതോടൊപ്പം മത്സരത്തിൽ കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിന് ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും നൽകുന്നതാണ്. ഡിസംബർ 27, 28 ദിവസങ്ങളിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കും. 2009, 2010, 2011 എന്നീ വിഭാഗങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടത്തുക. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്ന ടീമിന് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ ഡയറക്ടർമാരായ രാജീവ് രാമൻ, പ്രഹ്ലാദൻ എന്നിവരാണ് ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. ടൈം ന്യൂസ്, കായംകുളം. മുഹമ്മദ് ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠന കേന്ദ്രത്തിൽ ഗുരുദേവ പഠന ശിബിരം സംഘടിപ്പിച്ചു. ചെമ്പഴന്തി ശ്രീനാരായണ പഠന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെയാണ് പഠന ശിബിരം ഒരുക്കിയത്. മുഹമ്മദ് ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനക്കളരിയുടെയും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിലാണ് പഠന ശിബിരം ഒരുക്കിയത്. മനോജ് മാവുങ്കൽ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. തുടർന്ന് ഗുരുദേവ ദർശന പ്രഭാഷണവും നടത്തി. കളരി പരിരക്ഷകൻ മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. ശബരിമല മിനിയേച്ചർ ശില്പം നിർമ്മിച്ച CR സുരേന്ദ്രബാബുവിനെ ചടങ്ങിൽ ആദരിച്ചു. കളരി പരിരക്ഷക പത്മജ ബാലസുബ്രഹ്മണ്യം, ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര കമ്മിറ്റി ഉപദേശക സമിതി കൺവീനർ സതീശൻ ഹത്തിക്കാട്, ആര്യാട് രാജപ്പൻ എന്നിവർ സംസാരിച്ചു. ഗുരുദേവ ക്വിസ് മത്സരത്തിന് ഗുരുധർമ്മ പ്രചാരകൻ ബേബി പാപ്പാളിൻ നേതൃത്വം നൽകി. സമൂഹ പ്രാർത്ഥനയും ഒരുക്കിയിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പൂജവേളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് നടന്ന കുചേലഗതി ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം പിന്നെ തെക്കൻ ഗുരുവായൂരായ പൂജവളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നടന്ന കുചേലഗതി ചടങ്ങ് ഭക്തരുടെ കണ്ണിന് പീയൂഷമായി. തിരുവല്ല ശ്രീ വല്ലഭവിലാസം കഥകളി യോഗത്തിലെ കലാകാരന്മാരാണ് കൃഷ്ണന്റെയും രുക്മിണിയുടെയും കുചേലന്റെയും വേഷമണിഞ്ഞത്. ജീർണ വസ്ത്രധാരിയായി കൃഷ്ണനാമം ജപിച്ച കുചേലൻ ദ്വാരകയിലെത്തുന്നതും ദ്വാരപാലകർ തടയുന്നതും കൃഷ്ണൻ സതീർത്ഥ്യ സ്നേഹത്താൽ ഓടിയണഞ്ഞ കുചേലനെ വാരിപ്പുണരുന്നതും ആനന്ദാശ്രുക്കളോടെയാണ് ഭക്തർ നോക്കിക്കണ്ടത്. കുചേലനെ അന്തപുരത്തിലേക്ക് ആനയിച്ച സ്നേഹത്താൽ വീർപ്പുമുട്ടിക്കുന്ന കൃഷ്ണനും കുചേലനെ വിശറി കൊണ്ട് വീശി നിൽക്കുന്ന രുക്മിണിയും ഹൃദയസ്പർശിയായ രംഗമൊരുക്കി. ഭക്തിയുടെ മഹിമയും ശക്തിയും വെളിവാക്കുന്ന രംഗങ്ങൾക്കാണ് വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചത്. കുചേലൻ ശങ്കയോടെ കരുതിയിരുന്ന അവൽപ്പതി കൃഷ്ണൻ കവരുന്നതും അവിൽ അമൃതുപോലെ ഭക്ഷിക്കുന്നതും ഭക്തർ നിർനിമേഷരായാണ് നോക്കിക്കണ്ടത്. സ്നേഹബഹുമാനങ്ങളിൽ മൂടി കുചേലനെ യാത്രയാക്കുന്ന രംഗവും മനസ്സിൽ തട്ടുന്നതായി. ദേവസ്വം പ്രസിഡന്റ് CS അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ബിനോസി ആശാരിപ്പറമ്പ, സെക്രട്ടറി PR ദാസപ്പൻ, ജോയിന്റ് സെക്രട്ടറി T സാബു കല്ലാട്ട, ട്രഷറർ KK വിശ്വൻ കല്ലാട്ട, സപ്താഹ കമ്മിറ്റി കൺവീനർമാരായ R അനിൽകുമാർ കണ്ടത്തിൽ, VT അരവിന്ദാക്ഷൻ വാവക്കാട്ട എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സാധുനാരായണ പൂജ, പ്രഭാഷണം, അന്നദാനം, നെയ്വിളക്കർച്ചന, ദീപക്കാഴ്ച, ഭജന എന്നിവയും ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ ചിറപ്പുത്സവം തുടരുന്നു. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ചിറപ്പുത്സവം നടന്നു വരുന്നത്. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്കുവശത്തെ ടാക്സി ഡ്രൈവർമാർ ചേർന്ന് നടത്തിയ ചിറപ്പുത്സവം ശ്രദ്ധേയമായി. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ തേങ്ങയേറ് വഴിപാട് ശ്രദ്ധേയമായി.
അന്നദാനം, വാദ്യമേളം, തേങ്ങയേറ് ഘോഷയാത്ര എന്നിവ ഒരുക്കിയിരുന്നു. 1500ഓളം പേർക്കാണ് അന്നദാനം ഒരുക്കിയത്. ചേർത്തല ജോയിന്റ് RTO KG ബിജു അന്നദാനം ഉദ്ഘാടനം ചെയ്തു. MAമാരായ KG ബിജു, രാജേഷ്, AMAമാരായ അനൂപ്, ശരത് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. വൈകുന്നേരം നടന്ന തേങ്ങയേറ് ഘോഷയാത്ര ചേർത്തല CI അരുൺ, SI അനിൽകുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചിറപ്പുത്സവ കമ്മിറ്റി കൺവീനർ KS അജിത്, ജോയിന്റ് കൺവീനർ പ്രശാന്ത് ചാണിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർത്തല നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് തുടക്കമാവുന്നു. ഡിസംബർ 20 മുതൽ 29 വരെ ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് കാർഷിക മേള ഒരുക്കിയിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി P. പ്രസാദ്. ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കളക്ടർ അലക്സ് വർഗീസാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ചേർത്തലയിൽ വീണ്ടും വാഹനാപകടം. കാറും മിനി ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ വീട്ടമ്മ മരിച്ചു. കോടന്തുരുത്ത് സ്വദേശിനി അംബികയാണ് മരിച്ചത്. അംബികയുടെ മകൾക്കും ബന്ധുവിനും പരിക്ക്. ചേർത്തല തണ്ണീർമുക്കം കണ്ടംകുളത്തിൽ 13 വയസ്സുള്ള കുട്ടി മുങ്ങി മരിച്ചു. തണ്ണീർമുക്കം 6ാം വാർഡിൽ പാലയിൽ രതീഷ് സീമ ദമ്പതികളുടെ മകൻ 13 വയസ്സുള്ള ആരിജിത്താണ് മരിച്ചത്. CPM നേതാവും മന്ത്രിയുമായിരുന്ന സുശീല ഗോപാലന് സ്മരണാഞ്ജലി. മുഹമ്മയിൽ നടന്ന സുശീല ഗോപാലൻ അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തരത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.